അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മുടെ സ്വന്തം കോളേജിലേക്കാണ്, ഫാത്തിമ മാതാ നാഷണൽ കോളേജ്. എൻ്റെ ജീവിതം ഒരുപാട് മാറ്റിമറിച്ച സംഭവ വികാസങ്ങൾ നടന്ന എൻ്റെ സ്വന്തം കോളേജ്, അവിടത്തേക്കൊരു യാത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സംഭവ വികാസങ്ങൾ ഞാൻ പതുക്കെ പറഞ്ഞുതരാം. ഇത് നമ്മുടെ കൂട്ടുകാർ അരുണും എബിനും. ഞാൻ ഓട്ടം കഴിഞ്ഞ് വന്നപ്പോൾ ഞാനും അരുണും എബിനും കൂടെ പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെന്ന വഴിക്കാണ് നമ്മുടെ സ്വന്തം ഗിരീഷ് സാറിനെ കണ്ട്. അങ്ങനെ ഗിരീഷ് സാറിൻ്റെ അനുഗ്രഹം മേടിച്ചിട്ടായിരുന്നു ബാക്കി. നമ്മുടെ പരിപാടിയായിരുന്നു, സാറുമാരും ഇല്ല. ഇത് ഞങ്ങളൊരു ഇവിടുത്തെ മിസ്സാ കേട്ടോ, എന്നെ പഠിപ്പിച്ചല്ല. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ പോയി നമ്മളെ കുഞ്ഞനിയത്തി സന്ധ്യയെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ പഠിച്ച ക്ലാസ്സുകൾ കാണാനായിട്ട് പോയപ്പോഴത്തേനും ഞാൻ ഞെട്ടിപ്പോയി. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പേപ്പർ തൊണ്ട് താഴെ വീണ ചീത്ത വിളിക്കുന്ന ഷെല്ലി സാറ് ഞാൻ നോക്കാൻ നേരത്തെ ഒരു ക്ലാസ് ആക്കി വെച്ചേക്കുന്ന കോലം കണ്ട, അതിന്റെ വൃത്തിയാക്കൽ അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ പഠിച്ച ക്ലാസ് റൂം കേട്ടോ. അന്നിങ്ങനെ ചെയറൊന്നും അല്ലായിരുന്നു, ഡെസ്ക് ബെഞ്ചായിരുന്നു നമ്മുടെ ക്ലാസ് റൂം. ഒരുപാട് ഓർമ്മകളുണ്ട് ഇല്ലേടാ? ഇല്ലടാ ഇവനെ ഇവിടെ ഇങ്ങനെ അവന് ക്ലാസ് റൂം അല്ലായിരുന്നു, അവൻ ഇവിടെ ആയിരുന്നു ഓർമ്മ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് ഉച്ചയാകുമ്പോഴത്തേന് ഇതിലേ ഇങ്ങനെ വരും. സ്നേഹ, മഞ്ജു, ആരാ മറ്റേ വിസ്മയ, പിന്നെ നിന്റെ ആരാ മറ്റേ സൈക്കോളജിയിലെ അത് എണ്ണാൻ പറ്റത്തില്ല. ഇതിന് കുറെ ഉണ്ടായിരുന്നു. ഇതാണ് കോട്രാങ്കിള്. ഇവിടെ ലേഡീസ് ഓൺലി ആയിരുന്നു പണ്ട്. ഇപ്പൊ ലേഡീസ് ഓൺലി ആണോ? ഇപ്പൊ ലേഡീസ് ഓൺലി ആണ്. അവൻ അങ്ങനെയാ, എപ്പോഴും പറയും ഞാൻ മറന്നുപോയി. അവനൊന്നും ഓർമ്മ കാണത്തില്ല, അതിപ്പോഴെങ്കിലും മനസ്സിലാക്കുക. അവനിപ്പോ ഡയലോഗ് മാത്രമല്ല പഠിക്കാനുള്ള മറന്നു പോകും. നമുക്ക് പരീക്ഷ സമയത്തല്ല ഓർമ്മ വരും കേട്ടോ. എവിടാ എത്ര വർഷം എഴുതിയിട്ടാടാ ചേച്ചി? 21 സപ്ലൈ ആകെപ്പാടെ 4 പേപ്പറേ ഉണ്ട്. അപ്പൊ നമ്മളെ അരുൺ സാറിനെ കൊണ്ട് നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പോകും. അതെന്താടാ എന്റെ യൂട്യൂബാ, അതിനകത്ത് അങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ. ഇതിനകത്ത് കൊടുക്കാൻ പറ്റത്തില്ല, സെർച്ച് ചെയ്യണ്ടേ. എൻ്റെ ഡിഗ്രി MA എല്ലാം ഇവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറേ വർഷം ഇവിടെ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ കുറേ സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയായതാണ് നമ്മുടെ സ്വന്തം കോളേജ്. അതിൽ പ്രധാനം എൻ്റെ കല്യാണം കേട്ടോ. അപ്പം ഞാൻ ലക്ഷ്മിയെ കണ്ടുമുട്ടുന്നതും എൻ്റെ കല്യാണവും എല്ലാം ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നു. അതൊക്കെ ഇപ്പോൾ ഓർക്കാതെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് തന്നെ ഞാൻ ആലോചിച്ചു പോകുന്നു. പരിപാടിയായിരുന്നു. അപ്പോൾ നമുക്കതിനകത്ത് ഇന്നാണ് നമുക്ക് ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വരാൻ പറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങോട്ട് ഫ്രീ ആയിരുന്നപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഇറങ്ങി. അപ്പോൾ ഏകദേശം ഇവിടെ തീരാറായി. നമ്മൾ വന്ന് പിന്നെ നമ്മുടെ അധ്യാപകരെയൊക്കെ ഒന്ന് കണ്ട് ഇനി കുറച്ച് നേരം ഇവിടെ നിന്ന് നമ്മൾ കറങ്ങി കോളേജൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും. കോളേജ് പിള്ളേർ കളിക്കുന്നു, പരിപാടിയെല്ലാം കഴിഞ്ഞ്. പക്ഷെ നമുക്ക് ഓട്ടോ ഉണ്ടല്ലോ, നമുക്ക് വണ്ടി ഓട്ടോ ഇല്ലാത്ത സമയത്തല്ലേ നമുക്ക് വരാൻ പറ്റൂ. അപ്പോൾ ഇന്ന് ഉച്ചയായി ഓട്ടോ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഉറങ്ങാൻ പോലും നിന്നില്ല. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ കോളേജിലേക്ക് വന്നേ. ഇങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടും കോളേജിലേക്ക് കയറാൻ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഈ കാഴ്ചകളെ കണ്ടപ്പോ എനിക്ക് ഒന്നുകൂടെ പഠിക്കാൻ തോന്നുന്നു. അതെന്തുകൊണ്ടാന്ന് നമുക്കറിയാം. അത് അങ്ങനല്ല, ഇവിടുത്തെ ഭംഗി ഉണ്ടല്ലോ, പഠിക്കാനുള്ള ഒരു ത്വര. നമുക്ക് ഇവിടുത്തെ ക്ലാസ്സിനേക്കാളൊക്കെ ഉപരി അവിടുത്തെ പഞ്ചാരക്കല്ലും ആ ക്രിക്കറ്റ് ഗ്രൗണ്ടും ക്യാൻറ്റീനും ഒന്നും മറക്കാനേ പറ്റത്തില്ല. മാത്രമല്ല വൈകിട്ട് കോളേജ് വിടുമ്പോഴത്തേന് ഞങ്ങളിങ്ങനെ നടക്കും കർബല വഴി കോളേജിലേക്ക്. അന്ന് നമ്മൾ 3 പേരല്ല, ഒരുപാട് പേരുണ്ട്. പക്ഷെ പിന്നീട് ഇങ്ങനെ എണ്ണം കുറഞ്ഞു വരുമല്ലോ. ഞങ്ങൾ ഇതാണക്ക് വൈകുന്നേരം സമയങ്ങളിൽ കോളേജ് വിടുന്ന സമയത്ത് നമ്മൾ കണ്ട ഇവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണിച്ചോടെ അങ്ങനെ ഇരിക്കുവായിരുന്നു. ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് ഇങ്ങനെ വരും പിള്ളേരൊക്കെ കാണുന്ന നേരത്ത് ഉമാരിങ്ങനെ വായി നോക്കും. ഞാനില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കോളേജിൽ തിരിച്ച് പോവാണ്. എന്നാലും കോളേജിൽ നിന്ന് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങാൻ നേരത്ത് ഭയങ്കര വിഷമം കേട്ടോ. ഇതുപോലുള്ള അവസരങ്ങൾ പാഴാക്കരുത് കേട്ടോ. പഠിച്ച കോളേജിൽ പോകാനുള്ള അവസരങ്ങൾ പാഴാക്കരുത്. എന്നാലും കോളേജിൽ നിന്ന് തിരിച്ചിറങ്ങിയ ഒരു വിഷമം കേട്ടോ. പഠിച്ച് നമുക്ക് ഒന്നുകൂടെ പഠിക്കാൻ കിട്ടുന്ന അവസരം അല്ല, എന്തെല്ലാം അനുഭവങ്ങളാണ് നമ്മുടെ കോളേജ് ലൈഫിലുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പുതിയൊരു ലൈഫായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പം വീണ്ടും നമുക്ക് ഇതുപോലെ അവസരം കിട്ടിയാൽ നമ്മൾ പഠിച്ച് പ്രൊഫസറാവും. കോളേജിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ട്. എന്തായാലും കോളേജിൽ കയറിയ ഒരു നല്ല അനുഭവമായിരുന്നു കേട്ടോ. കോളേജിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ കണ്ട് പിന്നെ നമ്മൾ പഠിച്ച ആ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ കാണുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മളിനി വീട്ടിലേക്ക്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് ചെയ്തേക്കണേ.